എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ആ കുഞ്ഞ് ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ 2 കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെളുത്ത അവലോ മട്ടയരിയുടെ അവലോ എടുക്കാം. മട്ടയരിയുടെ അവലാണ് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഞാനത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് നനച്ച് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അതങ്ങനെ നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചുരുണ്ടിയത് വേണം. ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളകും അതും പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ജീരകം, കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ജീരകം, കടുക് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കടുകുമൊക്കെ ഒന്ന് പൊട്ടി, കടുകും ജീരകവും പൊട്ടി, ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന് നല്ലൊരു ചുമന്ന നിറം ആകണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒന്ന് വഴറ്റാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറാകേണ്ട ഒന്നും ആവശ്യമില്ല. ഒന്ന് വഴന്ന് വന്നേച്ചാൽ മതി. ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് ഒന്ന് ഇളക്കി ഇനി നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവലിനും കൂടെ ഉള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് തേങ്ങ ചുരണ്ടിയതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അല്പം കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കിത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നിരത്തി വയ്ക്കാം. അപ്പം നമ്മുടെ അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആ കൂട്ട് നമുക്ക് അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തവിടുള്ള അവലാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പം വെള്ള അവലാണെങ്കിൽ കൊഴുക്കട്ട നല്ല ഇതായിട്ട് വെളുത്തിരിക്കും. ഇതിപ്പോൾ ഒരു റെഡ് കളറിൽ ഇരിക്കും. നന്നായിട്ട് കുഴച്ച് എടുക്കാം. ഇനി സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഒന്നുകിൽ എണ്ണമയം പുരട്ടാം, അതല്ലെങ്കിൽ ഒരു വാഴയില നിരത്തി അതിലേക്ക് നമുക്ക് കൊഴുക്കട്ടകളെല്ലാം ഇതുപോലെ നീളത്തിലോ ഉരുട്ടിയോ എടുക്കാം. റൗണ്ടിൽ സ്റ്റീമറിൽ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. മൂടി വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇരുന്ന് വേകണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പം ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട്. അകമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മയമുള്ള അതേസമയം നല്ല രുചിയുമുള്ള കൊഴുക്കട്ടയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ അല്പം കൂടെ എരിവ് വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്താണേലും നല്ല ടേസ്റ്റുള്ള ഒരു കൊഴുക്കട്ടയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്